കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധം ശക്തമാക്കി കത്തോലിക്ക സഭ. തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്ക് കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തി. നീതി ലഭിച്ച ശേഷം ചായകുടിയാകാമെന്ന് BJPക്ക് KCBCയുടെ മുന്നറിയിപ്പ്. വിഷയത്തിൽ പാർലമെന്റിനകത്തും പുറത്തും കേരളത്തിൽ നിന്നുള്ള MP-മാർ പ്രതിഷേധം ഉയർത്തി. ക്രൈസ്തവർക്കെതിരെയുള്ള അക്രമം അവസാനിപ്പിക്കുക, അന്യായമായി തുറങ്കലിൽ അടച്ച സന്യാസിനിമാർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കുക. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. BJPയിലാകട്ടെ വ്യത്യസ്ത നിലപാടുകളും. ഈ സാഹചര്യത്തിലാണ് കത്തോലിക്ക സഭാ നേതൃത്വം നിലപാട് കടുപ്പിക്കുന്നത്. ഈ സന്യാസിനിമാർ മതേതര ഭാരതത്തിന് അനുഗ്രഹമാണ്. സഭയ്ക്ക് മാത്രമല്ല, ഈ ആർഷഭാരതത്തിന് അവിഭാജ്യമായ ഘടകമാണ്. ഒരു കൽത്തുറുങ്കിന് അതിനെ ഭേദിക്കുവാൻ സാധ്യമല്ല. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് രാജ്ഭവനിലേക്ക് കാത്തലിക് ഫോറത്തിന്റെ നേതൃത്വത്തിൽ വാമൂടിക്കെട്ടി പ്രതിഷേധ റാലി നടത്തി. കോട്ടയം തിരുനക്കര മൈതാനത്ത് വൈദികരും കന്യാസ്ത്രീകളും പ്രതിഷേധമുയർത്തി. ഛത്തീസ്ഗഡിലെ 2 സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്ത് ഇരുമ്പഴിക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്ത വിധമുള്ള വകുപ്പുകളെല്ലാം കൂട്ടിച്ചേർത്ത് ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധിയെ ഇരുമ്പഴിയുടെ ഉള്ളിൽ അടച്ചുപൂട്ടാൻ പരിശ്രമിക്കുന്ന വ്യക്തികള്, പ്രസ്ഥാനങ്ങൾ ആരായിരുന്നാലും അവരെയെല്ലാം വെല്ലുന്ന ഒരു സംസ്കാരത്തിന്റെ ഉടമയാണ് ഭാരതമെന്ന് ഉറക്കെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രാജ്ഭവനിലേക്ക് KPCCയുടെ നേതൃത്വത്തിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. വിഷയത്തിൽ പാർലമെന്റിന് മുന്നിൽ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ UDF MP-മാർ പ്രതിഷേധിച്ചു. കേരളത്തിൽ നിന്നുള്ള UDF LDF MP-മാർ വിഷയം പാർലമെന്റിന്റെ ഇരുസഭകളിലും ഉന്നയിച്ചു. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ചർച്ച ചെയ്യണമെന്ന അംഗങ്ങളുടെ ആവശ്യം രാജ്യസഭാ ഉപാധ്യക്ഷൻ തള്ളി. അതേസമയം ഇരുവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമമെന്ന് ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്നുള്ള BJP ലോക്സഭാംഗം വിജയ് ബാഗേൽ ആരോപിച്ചു. 24 ഡൽഹി, തിരുവനന്തപുരം.